പ്രണാമം. എൻ്റെ ജ്യേഷ്ഠതുല്യരും ഗുരുതുല്യരുമായ ശ്രീ കലാമണ്ഡലം പ്രശാന്തേട്ടൻ, കലാമണ്ഡലം വെങ്കിട്ടരാമേട്ടൻ, ഇവർക്ക് രണ്ടുപേർക്കും നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനും അനുജനും കേരള കലാമണ്ഡലത്തിലെ കല്ലുവഴി സമ്പ്രദായത്തിൻ്റെ ഇപ്പോഴത്തെ വകുപ്പ് മേധാവിയും നിള ക്യാമ്പസിലെ ഡയറക്ടറുമായ ശ്രീ അരുൺ വാര്യർക്ക് സ്നേഹ സൗഹൃദം. പ്രിയപ്പെട്ട രക്ഷാകർത്താക്കളെ, ഈ തോടത്തെ പറ്റി പറയുന്നതിനേക്കാളും നല്ലത് ഞാനത് അടുത്ത ഒരു സെക്ഷനുണ്ട്, അതിൽ പറയാം. ഞാൻ പറയുന്നത് ഒരുപക്ഷെ അധികമായി പോയെന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു സാഹസമായി പോയെങ്കിൽ ക്ഷമിക്കണം. ഇത് കേരളത്തിൻ്റെ കഥകളിയുടെ ചരിത്രത്തിൽ ഒരു വിസ്മയമാണ് ആദ്യത്തെ സംഭവം. അതുകൊണ്ട് തന്നെ വളരെ നേരത്തെയൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഞാൻ വെങ്കട്ടരാമേട്ടനെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചതിന് ഗിന്നസ് വേൾഡിലെ കുറച്ച് പേരെ ഇവിടെ കൊണ്ടുവന്നിരുത്താമായിരുന്നു. ഏതാണ്ട് 400 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഈ കഥകളി എന്ന ഈ കലാരൂപം കല്ലടിക്കോടൻ സമ്പ്രദായത്തിലൂടെയാണ് അതിനൊരു കെട്ടിറപ്പ് വന്നത്. പിന്നെയാണ് അതിനെ കല്ലുവഴി സമ്പ്രദായം, കപ്ലിങ്ങാട് സമ്പ്രദായമൊക്കെ മാറിത്തിരിഞ്ഞു വന്നത്. പക്ഷേ ഇത് മൂന്നും, ഇതിൻ്റെ അടിസ്ഥാനമായ തോടയം ഒരേ വിദ്യാർത്ഥികൾ, കല്ലടിക്കോടൻ്റെ കഴിഞ്ഞു, കപ്ലിങ്ങാടിൻ്റെ ഇപ്പോൾ കഴിഞ്ഞു, കല്ലുവഴിയുടെ ഇനി വരാൻ പോകുന്നു. ഒരേ തരത്തിലുള്ള വിദ്യാർത്ഥികൾ എടുത്തത് കഥകളിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അതുകൊണ്ടാണ് ഇത് ഗിന്നസ് വേൾഡിൽ ഒരുപക്ഷെ അടയാളപ്പെടുത്തേണ്ടതാണെന്ന് ഞാൻ പറയുന്നത്. കഥകളി ലോകത്തിൽ ഇന്ന് വരെ ആരും ഇത് ചെയ്തതായിട്ട് അറിയില്ല. ഞാൻ കല്ലടിക്കോടൻ തോടയം കാണുന്നത് ആദ്യമായിട്ടാണ്. ഇന്ന് 12ാം വയസ്സിൽ കഥകളി പഠിച്ചു തുടങ്ങിയതാണ്. ആദ്യമായിട്ട് കല്ലടിക്കോടൻ തോടയം കാണുന്നത്. ഇവിടുത്തെ എന്നെക്കാൾ 2 വയസ്സിന് മുതിർന്ന ആ ടീച്ചർ ഉൾപ്പെടെ, ചെറിയ 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്, ആ കുട്ടി ഉൾപ്പെടെയുള്ള എല്ലാവരും അതിസമർത്ഥമായി ഇത് ചെയ്തു. ഇതിനെ അഭിനന്ദിക്കേണ്ടത് കുട്ടികളെക്കായി കൂടുതൽ ശ്രീ വെങ്കിട്ടരാമേട്ടനെയാണ്. കാരണം ഞങ്ങളൊക്കെ ഇത് തോടയം പഠിച്ചത് ആശാന്മാർ കുറച്ച് പഠിപ്പിച്ചു വയ്ക്കും, പിന്നെ സീനിയർമാർ, ചേട്ടന്മാരാണ് നമ്മളെ കൊണ്ടുപോയി അടിച്ച് പഠിപ്പിക്കുന്നത്. അവർക്കുള്ള ജോലിയാണ്. തല്ലാൻ കിട്ടിയ അവസരം ഒന്നും പാഴാക്കാറില്ല. പിന്നെ ചിലരെങ്കിലും തല്ല് കൊള്ളരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പഠിച്ചവർക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്നുമല്ലാതെ വീഡിയോ നോക്കി പഠിച്ചിട്ടാണ് വെങ്കിട്ടരാമേട്ടൻ ഇതിനെ കുട്ടികളിലേക്ക് പകർന്നത്. അതൊരു മഹാത്ഭുതമാണ്. പിന്നെ ഇതിൻ്റെ കറക്ഷന് വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നിരുന്നു, എല്ലാവരും ക്ഷണിച്ചിട്ട്. പക്ഷേ അന്ന് കുട്ടികൾ പരിഭ്രമിക്കാതെയാണ്, ഒരു പരിഭ്രമവും കൂടാതെ, ഒന്നും പറഞ്ഞു കൊടുക്കാതെയാണ് അന്ന് ചെയ്തത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് അന്ന് സ്റ്റേജിന് മുമ്പിൽ കാഴ്ചക്കാരായിട്ട് വെങ്കട്ടരാമേട്ടന് ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പ്രേക്ഷകൻ വരുമ്പോൾ, ഓഡിയൻസ് വരുമ്പോൾ പതറാതെ നിൽക്കുന്നതാണ് ഒരു കലാകാരൻ്റെ കഴിവ് എന്ന് പറയുന്നത്. അത് ആർജിച്ചെടുക്കുന്നത് പരിചയത്തിൽ കൂടെ മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യം കലാമണ്ഡലത്തിൽ പഠിക്കാൻ പോയപ്പോൾ എൻ്റെ പേര്